ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇപ്പോൾ ഊട്ടിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഊട്ടിയിൽ നിന്ന് നമ്മളിന്ന് ട്രിവാൻഡ്രത്തോട്ട് റൈഡ് ചെയ്യാണ് തിരിച്ച്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡേ ആണ് കേട്ടോ ഗൈസ് ഇന്ന്. അപ്പോൾ നമ്മളിന്ന് ഊട്ടിയോട് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഊട്ടിയിൽ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കോടനാട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ. അപ്പോൾ ആ ഒരു കോടനാട് വ്യൂ പോയിൻറ്റും കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും അവിടെ നിന്ന് UBM ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ റൈഡ് നമ്മൾ എൻഡ് ചെയ്യും കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗൈസ്, അങ്ങനെ നമ്മളിതിപ്പോൾ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊടഗിരി ടൗണിലോട്ടാണ് കേട്ടോ ഗൈസ്. നീലഗിരി ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ള ഊട്ടി പോലെ തന്നെ ഉള്ള വേറൊരു പ്ലേസ് ആണ് ഈ ഒരു കൊടഗിരി എന്ന് പറഞ്ഞ ഒരു ടൗൺ ആണ്. ചെറിയ ഈ ഊട്ടി പോലെ തന്നെ ഊട്ടിയേക്കാളും ചെറിയൊരു ടൗൺ ആണ് ഈ കൊടഗിരി ടൗൺ. അപ്പോൾ ആ ടൗണിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഗൈസ് ഈ കോടനാട് വ്യൂ പോയിന്റ് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ക്ലൗഡ് ബെഡ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സൂപ്പർ ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കോടനാട് വ്യൂ പോയിന്റ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഊട്ടി നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം 48 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ഈ ഒരു കോടനാട് വ്യൂ പോയിന്റ് എത്താനായിട്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഊട്ടിയിൽ നിന്ന് ആ ഒരു വലിയൊരു മല താഴെ ഇറങ്ങിയിട്ട് വേണം വീണ്ടും നമ്മൾ ഈ കയറാനായിട്ട് കേട്ടോ. വീണ്ടും നമ്മൾ താഴെ ഇറങ്ങി കയറി മേളിലോട്ട് എത്തുമ്പോഴാണ് ഈ കോടനാട് വ്യൂ പോയിന്റ് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടുള്ള റൂട്ടും അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ഒരു രസമുള്ള റൂട്ടാണ്. കുറേ ദൂരം നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളുണ്ട്, കുറേ ദൂരം നമുക്ക് ഇതേപോലെ ചെറിയൊരു ഫോറസ്റ്റ് റൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടാണ് ഈ കോടനാട് വ്യൂ പോയിന്റിലോട്ടുള്ള ഈ ഒരു റൂട്ട് കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ്, നമ്മൾ ഊട്ടി വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റേ പറയുള്ളൂ കേട്ടോ ഗൈസ്. ഊട്ടിയിലെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ ഗൈസ്. ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോൾ ഏകദേശം ഒരു 8 ഡിഗ്രി 9 ഡിഗ്രി ആ ഒരു റേഞ്ച് ആയിരുന്നു. ബിലോ 10 ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ അത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഗൈസ്. കാര്യം എസ്പെഷ്യലി നമ്മുടെ ആ ഒരു ഹോം സ്റ്റേയുടെ മേളിൽ ടെറസിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഊട്ടി ആ ഒരു ടൗൺ കംപ്ലീറ്റ് ആ ഒരു ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ആ ഒരു വ്യൂ കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ കോടയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അത് മാത്രമല്ല, നമ്മൾ ആ ഒരു ക്ലൈമറ്റ് ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എസ്പെഷ്യലി നമ്മൾ റൈഡ് ചെയ്യുമ്പോഴായാലും അല്ലാതെ ആയാലും നമ്മൾ ആ ഒരു ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ചൂടുണ്ട്. ചൂട് മീൻസ് ഒരു 23-24 ആ ഒരു ഡിഗ്രിയാണ് ഇന്നത്തെ ടെമ്പറേച്ചർ. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നും അത്യാവശ്യം നമുക്ക് റൈഡ് ചെയ്യാൻ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഊട്ടിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിതായിപ്പം കോടനാട് വ്യൂ പോയിന്റിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനിൽ നമ്മളിതായിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കൊടഗിരി ടൗണിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മളിതായിപ്പം കോടനാട് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. കോടനാട് വ്യൂ പോയിന്റിൽ നമ്മൾ അത് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മളിതാ ഇങ്ങോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങുമ്പോഴാണ് വ്യൂ പോയിന്റ്. അപ്പോൾ എന്തായാലും ഞാൻ വ്യൂ പോയിന്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളിപ്പോൾ താഴേക്ക് പോവാം. ഇതാണ് കോടനാട് വ്യൂ പോയിന്റ്. മേഘം കുറച്ച് താഴെ നിൽക്കണം അല്ലേ? അത്രേ. അത് ഇങ്ങി മോളിൽ വരും അല്ലേ? ശേ,
ഗൈസ് ഇതാണ് കോടനാട് വ്യൂ പോയിന്റ് നിന്നുള്ള ആ ഒരു മനോഹരമായ കാഴ്ച കേട്ടോ ഗൈസ്. ചെറിയൊരു തണുത്ത കാറ്റും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു ഫീൽ തന്നെയാണ് ശരിക്കും ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡ് മാത്രം കുറച്ച് ഭാഗം മാത്രം ക്ലൗഡ് ബെഡ് ഇങ്ങനെ കാണാൻ പറ്റി. കാര്യം നമ്മളിപ്പോൾ നോർമലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആ ക്ലൗഡ്സ് ഇങ്ങനെ മൂടി കിടക്കും കേട്ടോ ഗൈസ്. അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. അപ്പോൾ ഇന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലൈമറ്റ് കാരണം നമുക്ക് ദൂരോട്ടുള്ള ആ ഒരു മൗണ്ടൻസിൻ്റെ ഒക്കെ വ്യൂ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ നേരെ നിങ്ങൾ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള നീലഗിരി ഹിൽസിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം നമുക്കിപ്പം ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കോടനാട് വ്യൂ പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഊട്ടി വരെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 50 കിലോമീറ്റേഴ്സ് ഒന്ന് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും കേട്ടോ ഗൈസ്. ഒരു വെർത്തായിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ ഈറോഡുള്ള UBM ഹോട്ടലിലോട്ടാണ് കേട്ടോ ഗൈസ് പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.